എൻ്റെ പേര് മനോജ്. ഞാൻ വടവാതിലാണ് താമസിക്കുന്നത്. വടവാതിൽ മിൽമയുടെ പുറകുവശത്താണ് ഞങ്ങളുടെ വീട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു +2 അധ്യാപകനാണ്. ഞാൻ ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. സോളാർ ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതിയെക്കുറിച്ച് ഞാൻ കുറച്ച് നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് മുതലേ ഞങ്ങളുടെ വീടിനൊക്കെ ഉള്ള സമീപത്തുള്ള പലരും ഇത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ ഇത് ചെയ്യണം. അപ്പം പല രീതിയിലുള്ള ആലോചനകൾ വന്നു. സോളാർ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഗുണം പറഞ്ഞു. എടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും എന്ത് പറഞ്ഞു, അതിനകത്ത് ഒത്തിരി ചിലവുകളുണ്ട്, നമുക്ക് അത്രയും ഗുണകരമല്ല എന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ തീരുമാനിച്ചു സോളാറാണ് ഇനിയുള്ള ഒരു കാലത്തിൻ്റെ അനിവാര്യത. അതിനുശേഷം ഞാൻ ആലോചിച്ചു ഇത് ആരെക്കൊണ്ട് ചെയ്യിക്കണം. അവിടെ നിന്നാണ് ഒരു കസ്റ്റമറുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ആരംഭിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിയിരുന്നപ്പോഴത്തേന് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി പ്രകാരം 1 കോടി വീട്ടിലേക്ക് സൗരോർജ്ജം കടന്നു വരുന്നു. അപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു, സൈറ്റിൽ കയറി കേരളത്തിലെ വെൻഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നോക്കിയപ്പോഴത്തേന് പലരെ കണ്ടു. അതിനുശേഷം ഞാൻ പലരെയും സമീപിച്ചു. അതിനുശേഷമാണ് ഈ റൈസൺ സോളാർ എൻ്റെ അടുക്ക വരുന്നത്. അപ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രതീക്ഷ എടുക്കുമെന്ന് പറഞ്ഞു, എനിക്കൊരു അവസരം തന്നുകൂടെ സാർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേന് പുള്ളി കുറേ അധികം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഏറ്റവും ജെന്യുവനായിട്ട് എനിക്ക് തോന്നിയത് ഇവരാണ്. കാരണം മറ്റു പലരും ഇത് നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുശേഷമാണ് ഞാൻ ഇവർക്ക് ഈ കൊട്ടേഷൻ നൽകുന്നത്. ഒരിക്കലും ഇവരെ വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇവരുടെ വർക്കുകൾ വേറെ ഇവരവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചാണ് ഇവരിലേക്ക് വർക്കിലേക്ക് ചെന്നത്. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ സംശയങ്ങൾ പോലും പ്രതീഷും ഇതിൻ്റെ MD എനിക്ക് തോന്നുന്ന ആൻ്റണി സാറും കൂടെ ചേർന്ന് ഒത്തിരി എനിക്ക് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് നിങ്ങൾ റൈസൺ എന്ന കമ്പനിയെ തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളെ ഓപ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ, ഞങ്ങൾക്ക് ഒരു മോർ ദാൻ 1000 സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ ചെയ്ത വർക്കുകളുടെ കസ്റ്റമറുമായിട്ട് വേണമെങ്കിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അതിന് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മെയിൻ ഓഫീസ് ചാലക്കുടി അടുത്ത് ആളൂരിലാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചായിട്ട് കോട്ടയത്ത് പുതുപ്പള്ളിയിലുണ്ട്, ഇവിടെ കണ്ണൂർ പേരാവൂര് നമുക്ക് ഓഫീസുണ്ട്. ഇപ്പോൾ കേരളത്തിന് 3 ഭാഗത്തും, മധ്യഭാഗത്തും തെക്ക് ജില്ലകളിലേക്കും വടക്കൻ ജില്ലകളിലേക്കായിട്ടുള്ള സർവീസ് ചെയ്യാനുള്ള ഓഫീസുകൾ ഞങ്ങൾക്കുണ്ട്. അതിനുള്ള മാൻ പവറുണ്ട്. പിന്നീട് ഞാൻ ഓൺലൈനിൽ നോക്കി അങ്ങനെ ഇവരിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം ഞാൻ പ്രീമിയറിൻ്റെ പാനലാണ് ചെയ്തിരിക്കുന്നത്. അത് 545 വോട്ടിൻ്റെ 10 പാനൽ, 5 കിലോവാട്ടാണ് എൻ്റെ സിസ്റ്റം. അതിനിവർ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ ആങ്കർ, പാനസോണിക്കിൻ്റെ ആങ്കറാണ്. അതിനുശേഷം ഏപ്രിൽ മാർച്ച് അവസാനമാണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത്. അതിനു മുമ്പ് വരെ എൻ്റെ കറണ്ട് ചാർജ് എന്ന് പറയുന്നത് ഒരു 8,000 രൂപ, 9,000 രൂപ. അവസാനത്തെ ബില്ല് എനിക്ക് തോന്നുന്നത് 11,700 രൂപയായിരുന്നു. അതിൽ നിന്ന് ഏപ്രിൽ മുതൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ എനിക്ക് പിന്നീട് കറണ്ട് ചാർജ് 1 രൂപ പോലും ഫിക്സഡ് ചാർജിനപ്പുറത്തേക്ക് പോയിട്ടില്ല. എൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 30 യൂണിറ്റ് വരെ കിട്ടിയ ദിവസമുണ്ട്. മഴയാണെങ്കിൽ പോലും, മഴ പെയ്യുന്ന ദിവസങ്ങളിൽ പോലും 10 യൂണിറ്റ്, ഒരു 12 യൂണിറ്റ് ശരാശരിയിൽ താഴെ എനിക്കിതുവരെ പോയിട്ടില്ല. ഇന്നലെ പോലും എനിക്ക് 27 യൂണിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇവരുടെ ഇടപെടലുകളും നമ്മളോട് എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരുന്നുണ്ട്. ഒത്തിരി പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അതായത് കേരള സർക്കാർ നമ്മുടെ വൈദ്യുതി ചാർജ് കൂട്ടുന്നു, സോളാറുകാരെ പിന്തുണയ്ക്കത്തില്ല. ഇതിലൊന്നും ഒരു അടിസ്ഥാനമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സോളാറിലേക്ക് മാറാൻ വൈകണ്ട എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്. ഒരു 3000 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി ചാർജ് വരികയാണെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതാണ് എൻ്റെ പക്ഷം. തീർച്ചയായിട്ടും സോളാറിലേക്ക് മാറുക. ഒരു 4 വർഷം കൊണ്ട് നമ്മൾ മുടക്കിയ മുതൽ തിരിച്ചു ലഭിക്കുകയും ചെയ്യും.